രാധേ രാധേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ പരമഭക്തൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കുറിച്ചൊരു മഹത്തായ ഭക്തിഗ്രന്ഥമാണ് നാരായണീയം. മേൽപ്പത്തൂർ ഭട്ടതിരിക്ക് ഗുരുതരമായ വാതരോഗം പിടികൂടി അതിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലിരുന്ന് 100 ദിവസം കൊണ്ട് ഈ ഗ്രന്ഥം രചിച്ചു. ഭാഗവതത്തിൻ്റെ സാരാംശം 1036 ശ്ലോകങ്ങളാക്കി 100 ദശകങ്ങളിൽ രചിച്ചിരിക്കുന്നു. ഗ്രന്ഥം സമർപ്പിച്ച ഉടൻ തന്നെ ഭട്ടതിരിക്ക് രോഗമുക്തി ലഭിച്ചതായി വിശ്വാസം. നാരായണീയത്തിലെ 8-ാം ദശകം 13-ാം ശ്ലോകം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിദ്ധമുക്താപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസവിഷ്ണോ. പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ, അങ്ങ് ഈ പത്മകൽപ്പത്തിൽ അങ്ങയുടെ നാഭിയിൽ നിന്നും ഒരു താമരപ്പൂവിൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. അങ്ങനെ ഈ സൃഷ്ടിയുടെ മുഴുവൻ സൃഷ്ടാവായ അങ്ങയുടെ മഹത്വം വർണ്ണിക്കാൻ കഴിയുന്നതല്ലോ. അങ്ങനെയുള്ള ഭഗവാനെ, എൻ്റെ സകല രോഗങ്ങളും നശിപ്പിച്ചാലും. രോഗങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ ശാരീരികവും ആത്മീയ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അഹം എന്ന ബോധവും നശിച്ചു കിട്ടുവാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത്. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടെയും ഭക്തിയോടും കൂടി നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ ശ്ലോകം 108 തവണ ദിവസവും പ്രാർത്ഥിക്കുക. ഉറപ്പായും ഭഗവാൻ നിങ്ങളുടെ ദുഃഖം മാറ്റിത്തരും. ശാരീരിക രോഗശാന്തിക്ക് എന്ത് ചികിത്സാ രീതി ഫലവത്താകണമെങ്കിലും ഭഗവാൻ കനിയണം. ഈ പറഞ്ഞതിലും ശ്ലോക ഉച്ചാരണത്തിലും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് തിരുത്തി തരണം എന്ന് ഭഗവാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. രാധേ രാധേ കൃഷ്ണ.